ഒടുവിൽ ട്രംപിന് പുതിയ വാഗ്ദാനം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് കണ്ടുമുട്ടിയത്. യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഇപ്പോഴിതാ യുക്രൈൻ വിഷയത്തിൽ അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു പോസിറ്റീവ് ആസ്പെക്ട് കൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും കാഴ്ചയിലില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഡൊണക്ടെക്സിന്റെ പൂർണ്ണ നിയന്ത്രണം യുക്രൈൻ റഷ്യയ്ക്ക് കൈമാറിയാൽ നമ്മുടെ സൈന്യം മുന്നേറുന്നത് തടയും ട്രംപുമായിട്ടുള്ള സംഭാഷണത്തിൽ പുടിൻ നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെലൻസ്കി ഈ നിർദ്ദേശം നിരസിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് പ്രകാരം യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ഈ നിർദ്ദേശം നിരസിച്ചു. അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് യുക്രൈനിയൻ പ്രസിഡന്റിന്റെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളെയും വിളിച്ച് പുടിന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് അറിയിച്ചു. അലാസ്കയിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ട്രംപ് റഷ്യയുമായുള്ള സമാധാന കരാറിന് യുക്രൈൻ സമ്മതിക്കണം എന്നാണ് നിലവിൽ പറഞ്ഞത്. എന്തായാലും റഷ്യ വളരെ വലിയൊരു ശക്തിയാണെന്നും അതിനെതിരെ യുക്രൈൻ അത്ര ശക്തമല്ലെന്നും ട്രംപ് കൃത്യമായി യുക്രൈനെ അറിയിച്ചിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങൾ പിടിച്ചു നിന്നത് ഞങ്ങളുടെ ഒരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം യുഎസിൻ്റെയും റഷ്യയുടെയും പ്രസിഡന്റുമാർ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം അലാസ്കയിൽ നടന്നത്. അത് ഏകദേശം 3 മണിക്കൂറാണ് നീണ്ടു നിന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡൊണക്ടെക്സിൽ നിന്ന് യുക്രൈൻ പിന്മാറിയാൽ യുക്രൈൻ്റെ മറ്റു ഭാഗങ്ങളിൽ റഷ്യ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തുമെന്നും സൈനിക നീക്കം നിർത്തുമെന്നും അതായത് അതിനെ നിശ്ചലമാക്കുമെന്നും പുടിൻ വാഗ്ദാനം നൽകുന്നു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ട്രംപ് സെലൻസ്കിയോട് ധരിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. ഡൊണക്ടെക്സിൻ്റെ ഭൂരിഭാഗം റഷ്യൻ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. 2014 മുതൽ ഡൊണക്ടെക്സ് മേഖല പ്രധാനമായും റഷ്യൻ നിയന്ത്രണത്തിലാണ്. ഡൊണക്ടെക്സ് ഒബസ്റ്റാൻ്റെ ഭൂരിഭാഗവും ഉൾപ്പെടെ യുക്രൈൻ്റെ പ്രദേശത്തെ ഏകദേശം 20% നിലവിൽ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്നു. യുക്രൈൻ്റെയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും ദീർഘകാല ആവശ്യമായിരുന്ന വെടിനിർത്തലില്ലാതെ തന്നെ ഏതൊരു സമാധാന കരാറും മുന്നോട്ട് പോകണമെന്ന് പുടിനും ഞാനും സമ്മതിച്ചതായും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.